ഇന്ന് നമുക്കേ വാഴപ്പിണ്ടിയും കൊണ്ട് തോരനുണ്ടാക്കാം. വാഴപ്പിണ്ടിയും കായും കൂടെ ചേർത്താണ് നമ്മളിത് തോരനുണ്ടാക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലെ തന്നെ വാഴപ്പിണ്ടിയാണ്. ഇതെല്ലാത്തിൻ്റെ അമ്മ പിണ്ടി ആളെയും വാഴയുടെ പിണ്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കിയിട്ട് വരാം. അപ്പം കുട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ പിണ്ടി തോരന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കത്തി വെച്ചിട്ടല്ല അരിയുന്നത്, നമ്മൾ ചോപ്പറിനകത്ത് ഇട്ടിട്ടാണ് അരിയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിനകത്തിട്ട് നല്ല രീതിയിൽ കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നാരുകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ചോപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ കിട്ടുമോ എന്നുള്ളത്. അത് നമുക്ക് കാണിക്കാവേ. ഇതാണ് നമ്മൾ ഈ ചോപ്പറിലേക്ക് നമ്മൾ അരിഞ്ഞിടുവാണ്. ഇത് ചെറിയൊരു ചോപ്പറാണേ, അത് കാരണം ശകല സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളത്തുള്ളൂ. നമ്മൾ വെള്ളത്തിലാണേ പിണ്ടി അരിഞ്ഞിടേണ്ടത്, അല്ലെങ്കിൽ കറുത്തു പോകുവേ. അമ്മമാർക്കൊക്കെ അറിയാം, നാളെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതാണ്ടേ, ഇനി നമുക്കിത് തുറന്നു നോക്കാവേ. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്കിവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ നാരൊക്കെ എവിടെയെന്ന് ചോദിക്കൂലേ, ഇതാണ്ടേ നാരൊക്കെ ഈ ഇതില് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് നൈസായിട്ട് നമുക്ക് ഊരിയെടുത്ത് കളയാവുന്നതേ ഉള്ളേ. ഈ ബ്ലേഡിൽ ഇരിക്കുന്ന നാരെല്ലാം നമുക്കങ്ങ് മാറ്റി കളയാം. അരിയുമ്പോഴത്തേക്ക് ഇതിന്റെ കറയൊക്കെ വരുമല്ലോ നമ്മളുടെ കയ്യിൽ, ആ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. നമ്മൾ ഇങ്ങനത്തെ മെത്തേഡൊക്കെ കണ്ടുപിടിച്ചാൽ മതി. കൃഷ്ണയുടെ നല്ല വഴക്കാണേ, അതിന്റെ കരച്ചില് അവിടെ കേൾക്കാം. ഒന്നുമില്ല, ചുമ്മാ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പിടിവാശി പിടിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞു നോക്കും, നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നമ്മളുടെ കൈയും ചീത്തയാവത്തില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തോരനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഒരു ചോപ്പർ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും തോരനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് അത്യാവശ്യമാണ് ഒരു ചോപ്പർ. ഈ അരിയാനൊക്കെ മടിയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ, പെട്ടെന്ന് തന്നെ ആകും. ഇതാ ഇപ്പം നമ്മളുടെ പിണ്ടിയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് ഇത് കണ്ടോ, പിന്നെ ഞാൻ കാണിച്ചു തരാം. എന്ത് കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ നാരിങ്ങനെ കിട്ടും. കണ്ടോ, ഇത് അതിന്റെ നാരാണ് കേട്ടോ, പിണ്ടിയുടെ നാരാണ്. നമുക്ക് ഇങ്ങനെ ഓരോ ബ്ലേഡിൽ നിന്നും ഇങ്ങനെ ഊരി മാറ്റാവുന്നതാണ്. ഈസി മെത്തേഡാണ്. നമുക്ക് കയ്യും പോകത്തില്ല, കയ്യിൽ കറയും ആവത്തില്ല. നമുക്ക് നല്ല രീതിയിൽ ഇത് അരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഈ അരിയുന്നതിനകത്ത് ഇച്ചിരി പോലും നാരില്ല കേട്ടോ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എന്നാൽ ഒരു രീതിയിലുള്ള നാരും ഇതിനകത്തില്ല. നമ്മൾ തോരനെ ചതയ്ക്കാൻ പോവാണേ. അതെ, അതിന് കുറച്ച് തേങ്ങായും ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 2 കാന്താരിയും കൂടെ ഇട്ടിട്ടുണ്ട്. കാന്താരി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. കാന്താരി പറിക്കാൻ ചെന്നിട്ടില്ല, അത് കാരണം 2 കിട്ടിയുള്ളൂ, അത് ഞാൻ ഇട്ട്. ഇനി അല്പം മഞ്ഞപ്പൊടിയും ശകല ജീരകവും കൂടെ ചേർക്കണം. വെക്കാനുള്ള പിണ്ടി മാത്രമേ കാണിച്ചുള്ളൂ എന്ന് പറയണ്ട. അതാണ്ടേ കായ നമ്മളിവിടെ വേവിച്ചിട്ട് അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാ വേവിക്കുന്ന നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട് ഒരു എളുപ്പപ്പണി പറയട്ടെ. നമ്മൾ ആ തോലോട് കൂടി നമ്മൾ കുക്കറിലിട്ട് എത്ര വിസിൽ വേണമേ, 2 വിസിൽ അടുപ്പിച്ചിട്ട് നിർത്തിയാൽ മതി. അപ്പം നമുക്കത് വെന്തും കിട്ടും. പെട്ടെന്ന് തന്നെ തൊലി നമുക്ക് എടുക്കാനായിട്ടും പറ്റുവേ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. കറുപ്പ് വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട, കുക്കറിന് ഒരു പ്രശ്നവും വരത്തൊന്നുമില്ല. കറ പറ്റുമെന്നോ കറുപ്പ് പിടിക്കുമെന്നോ എന്നുള്ള ഒരു
പ്രശ്നവുമില്ല. നമുക്കിതാ ഇവിടെ നല്ല രീതിയിൽ നമ്മൾ ഏത്തക്കായാണേലും അല്ലാത്തതാണേലും നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം വേവിച്ചിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ഇതിനി വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ബാക്കി പിണ്ടിയുടെ പരിപാടികൾ നോക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയില്ലേ. നമ്മളിങ്ങനത്തെ സൂത്രപ്പണിയൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ പണിയൊക്കെ തീരാനായിട്ടും പറ്റുള്ളൂ. നമ്മൾ നട തോരൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. പിണ്ടിയും കായും കൂടെ തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ കറിക്കും ഈ വെളിച്ചെണ്ണയാണല്ലോ അമ്മ ഒഴിക്കുന്നേ. കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ശകലം കൂടെ എണ്ണ വേണം. എണ്ണയുടെ അളവ് നീ പറഞ്ഞോണം, എനിക്ക് കറക്റ്റ് കാണത്തില്ലാത്തതുകൊണ്ട്. ഒത്തിരി എണ്ണയുടെ ചുവയായല്ല. നമ്മൾ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക്. നമ്മൾ ഓൾറെഡി ഞാൻ മുമ്പേ കാണിച്ചതാണ്. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അല്പം ഉഴുന്നും പറ്റൽമുളകും കൂടെ ഇട്ട് മുട്ടിക്കുക. അതെ, അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഉഴുന്നിനൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണേ. എന്നാൽ ഒരുപാട് കരിയാനും പാടില്ല. അപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചല്ല, നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പുകളാണ്. ഇതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഒരു 2 കാന്താരി അല്ലേ, ഇത്രയും ജീരകം കൂടി ഇട്ടിട്ടാണ്. ജീരകപ്പൊടിയാണ് അല്ലേ? ജീരകം നമ്മളിപ്പോൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കാരണമാണ് അത് ചേർത്തത്. അല്ലാത്തതാണേലും അല്ലേ, ജീരകം ഒന്നുകൂടെ ആണേലും ചേർക്കാം. ഒന്നുകൂടെ ചേർത്ത് തോരനെ ചതയ്ക്കുന്ന കൂട്ടത്തിൽ ജീരകം ഇടണം. ചതയ്ക്കുമ്പോഴത്തേക്ക് ജീരകം ചേർക്കാം. നമുക്ക് പൊടി ഉള്ളത് കാരണമാണ്. ഇനി നമുക്ക് പിണ്ടി ഇട്ട് കൊടുക്കാം. അതെ, പിണ്ടി ഇനിയിപ്പം വെള്ളം ഒന്നും ഒഴിക്കണ്ട. പിണ്ടിക്കകത്ത് വെള്ളം ഉള്ളത് കാരണം വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങും. ചെറിയ തീയിലിട്ടല്ലേ മേ? അതെ. നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. പിണ്ടി സത്യം പറഞ്ഞാൽ നമ്മളുടെ അല്ലേ ഡൈജഷനൊക്കെ നല്ല സാധനമാണ്. ഇപ്പം പിള്ളേരൊന്നും കഴിക്കാനൊന്നും ഇല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിണ്ടിയും കായും. അതിങ്ങനെ ഈ പുഴുക്ക് പോലെ വെക്കും അല്ലേ, ഈ പയറും കായും കാച്ചിലും ഒക്കെ ഇട്ട്. കാച്ചിലിട്ട് വെക്കുമോ? അല്ല, പിണ്ടി ഏത് ഇതിലും പിണ്ടി ഇട്ട് വെക്കാം, നല്ലതാണ്. അല്പം ഉപ്പ് അതിനകത്ത് ഇടാം. കായ്ക്ക് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിണ്ടിക്കുള്ള ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതെ, കായ നമ്മൾ കല്ലുപ്പിട്ടാണ് കേട്ടോ വേവിച്ച് വെച്ചേക്കുന്നത്. കല്ലുപ്പ് നമുക്ക് ഉണ്ടായിരുന്നു, അത് കാരണം കല്ലുപ്പിട്ട് വേവിച്ചു. നമ്മുടെ കയ്യിൽ പൊടിയാണേലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ? അതെ. തീ നല്ല രീതിയിൽ സിമ്മാക്കിയിട്ട് തന്നെ ഇടണേ. നന്നായിട്ട് കുറച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. പിണ്ടിക്കകത്ത് വെള്ളമുണ്ട്. അതെ, അടച്ചു വെച്ച് ഇത് നമ്മൾ വേവാനായിട്ട് കാത്തിരിക്കാം. ഇതാണ്ടേ ഇവിടെ നല്ല മഴ. നിങ്ങളുടെ നാട്ടിലേക്ക് മഴയുണ്ടോ കൂട്ടുകാരെ? അതെ, നല്ല വെയിലായിരുന്നു. ഇന്ന് പെയ്യത്തില്ലെന്നാണ് വിചാരിച്ചത്. ദാണ്ടേ ഇപ്പം ദാണ്ടേ മഴ പെയ്യും. അപ്പം ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ. നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു അല്ലേ അമ്മ? പ്രാവശ്യം ഇളക്കി പിണ്ടി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ചൂട് വെള്ളം പറ്റാറുണ്ട്. അത് ഈ കായ ഇടുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. കായ ഇടുവാണേ. ഒരു നാടൻ ഭക്ഷണം അല്ലേ? നാടൻ ഭക്ഷണം പോട്ടെ, നാടൻ കറി. നാടൻ കറി പിന്നെ ഇളക്കാൻ പാടില്ല.
ഇളക്കാം. അത് ഒന്നുകൂടെ ഇതെല്ലാം അതേ കൂടെ നല്ലപോലെ ഒന്നെല്ലാം പിടിക്കണമല്ലോ, അരപ്പൊക്കെ പിടിക്കണമല്ലോ കായെ കൂടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തീ തന്നെ വേണം വെച്ച് ഒന്നുകൂടെ മൂടി വെക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് മൂടി തുറന്ന് നോക്കാം. അരപ്പൊക്കെ നന്നായിട്ടല്ലേ പിടിച്ചു. നമ്മളിപ്പോൾ ഇളക്കിയൊക്കെ ഇട്ടു വേണ്ടേ. ഇപ്പം എല്ലാവർക്കും സംശയം തോന്നാം നമുക്ക് ഈ പിണ്ടിയും കായും കൂടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുമോ എന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് തീ കുറച്ചിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ വാഴയൊക്കെ മുറിക്കുന്ന സമയത്ത് പിണ്ടിയും കായും ഒക്കെ അല്ലേ? അതെ. അതുപോലെ തന്നെ ഈ മിഥുനം കർക്കിടക മാസത്തില പിണ്ടി, ചുണ്ട് പിന്നെ എപ്പോഴും ഉപയോഗിക്കാം. പിണ്ടിയും പിന്നെ ചേമ്പും എല്ലാം ഈ കർക്കിടക മാസത്തില, താളും ഇതെല്ലാം ഈ കർക്കിടക മാസത്തിലാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒന്നത് വെച്ച് നോക്കും ഇങ്ങനെ. ഇത് കണ്ടില്ലേ, കുഴഞ്ഞു പോലും പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ പിണ്ടിയും കായും തോരൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം. എന്ത് കറി വേണേലും വെക്കാം. പിണ്ടി അവിയല് തന്നെ അല്ലേ? പിണ്ടിയും കായും കൂടെ ചക്കക്കുരും ചേമ്പും എല്ലാം കൂടെ ഇട്ട് അവിയൽ പോലെ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പിണ്ടിയും മീനും കൂടെ, ഉണക്കമീനാണേലും പച്ചമീനാണേലും എല്ലാം പിണ്ടിയിട്ട് വെക്കാവുന്നതാണ്. പിന്നെ പിണ്ടി പുളിങ്കറി വെക്കും. കുറെ കറികളുണ്ടല്ലേ പിണ്ടിയും കൊണ്ട്. പിണ്ടിയുടെ ശരീരത്തിനാണേലും നല്ലതാണ്, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ മാസത്തിൽ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പൊ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ പിണ്ടിയും കായും നമ്മളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നല്ല ഹെൽത്തി കറിയാണ്. അതായത് നമ്മളുടെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ അല്ലേ കറികളൊക്കെ ഉൾപ്പെടുത്തുന്നതും ഭക്ഷണം ഉൾപ്പെടുത്തുന്നതും ഒക്കെ നല്ലതാണ്. ഡൈജഷൻ ആണേലും ഏറ്റവും നല്ലതാണ് നാരുകളടങ്ങിയ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അല്ലേ, കുഞ്ഞുങ്ങൾക്കെന്നല്ല വലിയവർക്കും നല്ലതാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കത്തൊന്നും ഇല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ലേ. പക്ഷെ എങ്ങനെയെങ്കിലും അതുങ്ങളുടെ വയറ്റിലേക്കും ഇതൊക്കെ ചെല്ലാനായിട്ട് നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മളുടെ പിണ്ടി തോരൻ അല്ലേ, പിണ്ടിയും കായും തോരൻ ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കങ്ങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ മാം? അതെ, ഗ്യാസ് ഞാൻ ഓഫ് ആക്കാൻ പോവാണേ. അടിക്ക് പിടിക്കാതെ എല്ലാവരും ഒന്ന് നോക്കിയേക്കണം. തീ നമ്മൾ ഇത്രയും നേരം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ തീ സിമ്മിൽ തന്നെയാണ് ഇട്ടിരുന്നത് കേട്ടോ. ഒരു പ്രാവശ്യം പോലും നമ്മൾ കൂട്ടി വെച്ചിട്ടില്ലേ. അപ്പം ഇതൊക്കെ വേകാനായിട്ട് അല്പസമയം മതി. പിണ്ടി വേകാനായിട്ടും അല്പസമയം മതി. പിണ്ടി കാരണം എന്ന് വെച്ചാൽ നമ്മൾ തീരെ നൈസായിട്ടല്ലേ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അല്ല ഈ കഷ്ണമായിട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് അല്പം വേവുണ്ട്. എന്നാലും വേവുണ്ടെങ്കിലും പിണ്ടിക്ക് വെള്ളം ചേർക്കണ്ട. വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.